Good evening to all. Calicut University 6th സെം BCom-ലെ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ നമ്മളൊരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് നോക്കാം. മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഹാസ് എ റീസൻറ്റ് ഒറിജിൻ. ഓക്കെ, അതായത് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പുതുതായിട്ട് നിലവിൽ വന്നിട്ടുള്ള ഒരു സാധനമാണ് എന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. It should be a tool for evaluation of the methods and performance in all areas of the enterprises. That is management audit. മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എൻ്റർപ്രൈസിലെ പെർഫോമൻസും മെത്തേഡ്സൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ടൂളാണ് എന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് വെച്ചാൽ എഴുതുക. മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഹാസ് എ റീസൻറ്റ് ഒറിജിൻ. It should be a tool for evaluation of methods and performance in all areas of the enterprises. That is management audit. Okay. പിന്നെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്നതാണ്. ഇറ്റ് ഈസ് ഇൻ കണക്ഷൻ വിത്ത് ദ കൺട്രോൾ ഓവറോൾ മാനേജീരിയൽ പെർഫോമൻസ്. അതായത് ഒരു എൻ്റർപ്രൈസിലെ മാനേജറിയൽ പെർഫോമൻസിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഇതാണ് എന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഓഡിറ്റ് സബ്സ്റ്റാൻഷ്യലി ഡിഫറെൻറ്റ് ഫ്രം ഫിനാൻഷ്യൽ ഓഡിറ്റ്. ഫിനാൻഷ്യൽ ഓഡിറ്റിൽ നിന്നും ഡിഫറെൻ്റ് ആണ് എന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. പിന്നെ മാനേജ്മെൻറ്റ് ആക്ഷൻസ് ആർ പെർഫോംഡ് എയ്തർ ഫോർ ദി ടോപ്പ് മാനേജ്മെൻറ്റ് ഫോർ ദി ഓണേഴ്സ്. അതായത് ഇത് പ്രവർത്തിക്കുന്നത് എവിടെയാണ്, ടോപ്പ് മാനേജ്മെൻറ്റിലും അതുപോലെ തന്നെ ഓണേഴ്സിൻ്റെ ഒക്കെ ഇടയിലാണ് ഈ മാനേജ്മെൻറ്റ് ആക്കുന്നത്. പിന്നെ ഇറ്റ് ഈസ് എ ഡിവൈസ് ഫോർ ക്രിട്ടിക്കലി ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് മാനേജീരിയൽ പോളിസീസ്. അതായത് മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ മാനേജീരിയൽ പോളിസീസിൻ്റെ ആ ഒരു പെർഫോമൻസൊക്കെ ക്രിട്ടിക്കലി ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മാനേജ്മെൻറ്റ് ഓഡിറ്റ് സ്റ്റാർട്ട് ബൈ ഫിനാൻഷ്യൽ ഓഡിറ്റ് എൻഡ്. അതായത് ഫിനാൻഷ്യൽ ഓഡിറ്റ് അവസാനിക്കുമ്പോഴാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. പിന്നെ ഇവിടെ ഒരു മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ ഒരു മീനിങ് കൊടുത്തിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ഓഫ് ദി പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് എൻ എൻ്റർപ്രൈസസ്. അതായത് ഒരു എൻ്റർപ്രൈസിലെ മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസിന് സിസ്റ്റമാറ്റിക്കായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഓഡിറ്റ് ഓഫ് മാനേജ്മെൻറ്റ് പ്രോസസ് ആൻഡ് ഫങ്ഷൻ വിച്ച് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്. അതായത് മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സിനെയും ഫങ്ഷനൊക്കെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ സ്കോപ്പ്, അതായത് മാനേജ്മെൻറ്റ് ഓഡിറ്റിൻ്റെ സ്കോപ്പ്. ദ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഹാസ് സെർട്ടൈൻ ഒബ്ജക്റ്റീവ്. Management audit is not prescribed by law, hence not compulsory. It is a kind of internal audit which reveals defect in working of the organization and suggests improvement to obtain best result of the operation of the concern. Therefore, management audit is the latest developed form of internal audit. അതായത് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഒരിക്കലും ഒരു കമ്പൽസറി അല്ല. അതായത് അതൊരു വലിയൊരു ലാർജായിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ, അവിടെ ഒരു മാനേജ്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർഫോമൻസിനെയും അവിടുത്തെ പോളിസീസിൻ്റെയും റൂൾസിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയുള്ളൊരു കാര്യമാണ് ഈ മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാ ഓർഗനൈസേഷനിലും അല്ലെങ്കിൽ എൻ്റർപ്രൈസിലും അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഇതെന്തല്ല, നമ്മുടെ ലോയിലൊന്നും പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് കമ്പൽസറി അല്ല. മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഈസ് നോട്ട് പ്രിസ്ക്രൈബ്ഡ് ബൈ ലോ, ഹെൻസ് നോട്ട് കമ്പൽസറി. പിന്നെ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഇൻറ്റേർണൽ ഓഡിറ്റ് വിച്ച് റിവീൽസ് ഡിഫക്റ്റ് ഇൻ വർക്കിംഗ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് ആ ഒരു ഓർഗനൈസേഷൻ്റെ വർക്കിങ്ങിൽ എന്തെങ്കിലും ഡിഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ടു ഒബ്റ്റെയിൻ ബെസ്റ്റ് റിസൾട്ട്. അതായത് അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് സജഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ് ഒന്നും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഉള്ളത്. ഒബ്റ്റെയിൻ ബെസ്റ്റ് റിസൾട്ട് ഓഫ് ദി ഓപ്പറേഷൻ ഓഫ് ദി കൺസേൺ. ദെർഫോർ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഈസ് ദി ലേറ്റസ്റ്റ് ഡെവലപ്ഡ് ഫോം ഇൻറ്റേർണൽ ഓഡിറ്റ്. ഓക്കെ, പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഹാസ് സെർട്ടൈൻ ഒബ്ജക്റ്റീവ്സ്. ടു എൻഷ്യൂർ ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് ഫോം ഓഫ് ദി ഓപ്പറേഷൻ എസെൻഷ്യൽ ഫോർ സ്മൂത്ത് റണ്ണിങ് ഓഫ് ബിസിനസ്. അതായത്
ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ടുള്ള മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് എന്ത് പറയുന്നത്, നമ്മുടെ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ടു അസിസ്റ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ദി എഫക്റ്റീവ് ഡിസ്ചാർജ് ഓഫ് ദെയർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. എല്ലാ ലെവൽസിലുള്ള മാനേജ്മെൻറ്റിനെയും ഇത് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ടു ഐഡൻറ്റിഫൈ ദി ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ഒബ്ജക്റ്റീവ്സിനെയും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ടു എൻഷ്യൂർ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസിനെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ടു സജസ്റ്റ് ഇംപ്രൂവ്ഡ് ആൻഡ് ബെറ്റർ മെത്തേഡ്സ് ഓഫ് മാനേജറിയൽ ഓപ്പറേഷൻസ്. പിന്നെ ടു പിൻ പോയിൻറ്റ് ദ deficiencies and defect in functional areas, suggest improvement for better performance, and overall performance of various managers can be reviewed through management audit. അതായത് മാനേജ്മെൻറ്റ് ഓഡിറ്റ് വഴിയാണ് പല വാരിയസ് മാനേജേഴ്സ് അവരുടെ പെർഫോമൻസ്, ഓവറോൾ പെർഫോമൻസ് ഒന്നുകൂടെ റിവ്യൂ ഇവാലുവേറ്റ് ചെയ്യുന്നതൊക്കെ. എ കമ്പാരിസൺ ബിറ്റ്വീൻ ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് വിത്ത് എ ടാർഗറ്റ് ക്യാൻ ബി മെയ്ഡ് ത്രൂ മാനേജ്മെൻറ്റ് ഓഡിറ്റ്. അതായത് ആക്ച്വൽ പെർഫോമൻസിൻ്റെ ആ ഒരു റിസൾട്ടും അവരുടെ ടാർഗറ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ് വഴിയാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുള്ളത്, പഠിച്ചു വയ്ക്കുക. പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഈസ് പ്യൂർലി വോളണ്ടറി ഇൻ നേച്ചർ. പിന്നെ നോ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ആർ റിക്വയർഡ് ഫോർ മാനേജ്മെൻറ്റ് ഓഡിറ്റർ. അതായത് ഒരു മാനേജ്മെൻറ്റ് ഓഡിറ്റ് നടത്തുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ എന്തുണ്ടായിരിക്കും, ഒരു ഓഡിറ്റർ ഉണ്ടായിരിക്കും. ആ ഓഡിറ്റർ ഒരിക്കലും പ്രൊഫഷണലി ക്വാളിഫിക്കേഷൻസ് ഒന്നും വേണ്ട എന്നാണ് പറയുന്നത്. അതായത് മാനേജ്മെൻറ്റ് എക്സ്പേർട്സിന് ആരെങ്കിലും എന്ത് നടത്താം, ഒരു മാനേജ്മെൻറ്റ് ഓഡിറ്റർ ആവാമെന്നാണ് പറയുന്നത്. പിന്നെ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഈസ് പെർഫോംഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. അതായത് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും നടത്തുന്നത്, ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും നടത്തുന്നത്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഇവാലുവേറ്റിംഗ് മാനേജറിയൽ പോളിസീസ്, ഡിസിഷൻസ് ആൻഡ് പ്ലാൻസ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. പിന്നെ മാനേജ്മെൻറ്റ് ഓഡിറ്റർ മേക്സ് റെക്കമെൻഡേഷൻസ് ആൻഡ് സജഷൻസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ടു ഇൻക്രീസ് മാനേജറിയൽ എഫിഷ്യൻസി. അതായത് മാനേജറിയൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിനും അവർ സജഷൻസും റെക്കമെൻഡേഷൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെൻറ്റ് ഓഡിറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മാനേജ്മെൻറ്റ് ഓഡിറ്റർ ലുക്സ് ബിയോണ്ട് ദി അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. ദ അപ്രോച്ച് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഈസ് ഒബ്ജക്റ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ആണ്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്താണ്, ഒബ്ജക്റ്റീവ് ആണ്, അതുപോലെ തന്നെ കൺസ്ട്രക്റ്റീവ് ആണ്. പിന്നെ ദ എമർജൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഈസ് ദി ഫോം ഓഫ് ലിമിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഓഡിറ്റ്. അതായത് ഫിനാൻഷ്യൽ ഓഡിറ്റിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ത് ചെയ്യുന്നത്, എമർജൻസ് ആയത്. പിന്നെ ദ മാനേജ്മെൻറ്റ് ഓഡിറ്റർ ഹാസ് ടു സബ്മിറ്റ് ദ റിപ്പോർട്ട് ടു മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഓഡിറ്റർ ആ പ്രിപ്പയർ ചെയ്ത ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടായിരിക്കുമല്ലോ, അത് മാനേജ്മെൻറ്റിനാണ് എന്ത് ചെയ്യേണ്ടത്, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫിനാൻഷ്യൽ ഓഡിറ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റും മാനേജ്മെൻറ്റ് ഓഡിറ്റും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസ് ആണ്. ഏകദേശം 15 എന്തോ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പറ്റുന്ന ഒരു 5-6 പഠിക്കുക. ഓക്കെ. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ കമ്പൽസറി ബൈ ലോ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, അത് നിർബന്ധമായിട്ടും നടത്തേണ്ടതാണ്. എന്നാൽ മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ പ്യൂർലി വോളണ്ടറി ഇൻ നേച്ചർ. അതുപോലെ തന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് നടത്തേണ്ടത് ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം. എന്നാൽ മാനേജ്മെൻറ്റ് ഓഡിറ്റ് നടത്തുന്നത് ഈ ടീം ഓഫ് മാനേജ്മെൻറ്റ് എക്സ്പേർട്സ് ആയിരിക്കും. ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും മാനേജ്മെൻറ്റ് ഓഡിറ്റ് നടത്തുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം. എന്നാൽ മാനേജ്മെൻറ്റ് ഓഡിറ്റിന് അങ്ങനെ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിൽ ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. മാനേജ്മെൻറ്റ് ഓഡിറ്റിൽ ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരായിരിക്കും, നമുക്ക് മാനേജ്മെൻറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഗവൺമെൻറ് ആയിരിക്കും. ഓക്കെ. പിന്നെ സ്കോപ്പ് എന്ന് പറയുന്നത് ടു ചെക്ക് ദ ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. ഓക്കെ. എന്നാൽ മാനേജ്മെൻറ്റ് ഓഡിറ്റിൽ പറയുമ്പോൾ കംപ്രൈസ് ഓഫ് ഓപ്പറേഷണൽ ഏരിയാസ്. പിന്നെ ഇവിടെ ലാസ്റ്റ് പറഞ്ഞാൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും, അതെല്ലാം ഒരു മാനേജ്മെൻറ്റ് ഓഡിറ്റ് ആണെങ്കിൽ മാനേജ്മെൻറ്റിനായിരിക്കും. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കുക കേട്ടോ. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് കുറച്ച് അഡ്വാൻറ്റേജസ് ആണ്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഹെൽപ്സ് ടു മാനേജ്മെൻറ്റ് അച്ചീവ് ടാർഗറ്റ്. അതായത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഐഡൻറ്റിഫൈ ടു ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ആൻ എൻ്റർപ്രൈസ്, അതായത് ഒരു എൻ്റർപ്രൈസിലെ ഓവറോൾ ഒബ്ജക്റ്റീവ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് ആര്? മാനേജ്മെൻറ്റ് ഓഡിറ്റ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഓഡിറ്റ് എൻഷുർ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ, അതായത് മെന്നും മെറ്റീരിയലിനും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഓഡിറ്റ് എയിം അറ്റ് കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, ഒരു സഹകരണം അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ ആര് എയിം ചെയ്യുന്നുണ്ട്? മാനേജ്മെൻറ്റ് ഓഡിറ്റ് എയിം ചെയ്യുന്നുണ്ട്. പിന്നെ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഈസ് ഗുഡ് ടൂൾ ഫോർ മാനേജ്മെൻറ്റ് കൺട്രോൾ, മാനേജ്മെൻറ്റ് കൺട്രോളിനുള്ള ഒരു ബെസ്റ്റ് ടൂളാണ് ഇത് പറയുന്നത് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. പിന്നെ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ആൻറ്റിസിപ്പേറ്റ് പ്രോബ്ലംസ് ആൻഡ് സജസ്റ്റ് റെമഡീസ്. പിന്നെ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ക്യാൻ സജസ്റ്റ് വേസ് ആൻഡ് മീൻസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. പിന്നെ മാനേജ്മെൻറ്റ് ഓഡിറ്റ് സജസ്റ്റ് ഇംപ്രൂവ്ഡ് ആൻഡ് ബെറ്റർ മെത്തേഡ്സ് ഓഫ് മാനേജറിയൽ ഓപ്പറേഷൻസ്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് പ്രൊവൈഡ് എക്സലൻറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ പ്രൊവൈഡിങ് ജോബ് ട്രെയിനിങ് ഫോർ ന്യൂ എക്സിക്യൂട്ടീവ്സ്. ഓക്കെ, അതാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറഞ്ഞത്. സിമ്പിളാണ് കേട്ടോ ഈ ചാപ്റ്റർ. പിന്നെ അതിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് ആണ്. ലിമിറ്റേഷൻസ് ഇതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ് ആണ്, പിന്നെ സ്മോൾ കൺസേൺ ഇതെന്തല്ല സ്യൂട്ടബിൾ അല്ല, അത്തരത്തിലുള്ള കുറച്ച് പോയിൻറ്റ്സ് എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ ദി മാനേജ്മെൻറ്റ് ഓഡിറ്റർ, ആ ഓഡിറ്ററെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. മേ ബി ക്വസ്റ്റ്യൻ വന്നേക്കാം, വരാതിരിക്കാം. അപ്പോയിൻമെൻറ്റ് ഓഫ് എ മാനേജ്മെൻറ്റ് ഓഡിറ്റർ, അതായത് ഒരു മാനേജ്മെൻറ്റ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ആസ് എ മാനേജ്മെൻറ്റ് ഓഡിറ്റ് നോട്ട് സ്റ്റാറ്റ്യൂട്ടറി, ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ബൈ ലോ. അതായത് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എന്തല്ല, കമ്പൽസറി അല്ല. ദ ഓഡിറ്റ് ഈസ് വോളണ്ടറി ഇൻ നേച്ചർ. ദ എൻ്റർപ്രൈസ് ക്യാൻ അപ്പോയിൻറ്റ് എനി പേഴ്സൺ ടു അണ്ടർടേക്ക് മാനേജ്മെൻറ്റ് ഓഡിറ്റ്, അതായത് ഏതൊരു വ്യക്തിനെയും ഒരു എൻ്റർപ്രൈസിന് മാനേജ്മെൻറ്റ് ഓഡിറ്റിന് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം, മാനേജ്മെൻറ്റ് ഓഡിറ്റിന് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. The law does not prescribe any profession or education qualification for a മാനേജ്മെൻറ്റ് ഓഡിറ്റർ. അതായത് മാനേജ്മെൻറ്റ് ഓഡിറ്ററായിട്ട് ഒരാൾ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ഇന്ന ക്വാളിഫിക്കേഷൻ വേണമെന്ന് ഇതുവരെ ആരും പ്രിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിനെ നമുക്ക് എന്ത് ചെയ്യാം, മാനേജ്മെൻറ്റ് ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയും. അതാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് എ മാനേജ്മെൻറ്റ് ഓഡിറ്റർ. പിന്നെ ക്വാളിഫിക്കേഷൻ ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ മാനേജ്മെൻറ്റ് ഓഡിറ്റർ. അപ്പോൾ അത് നമുക്ക് ക്വാളിഫിക്കേഷൻസ് നോക്കാം. ക്വാളിഫിക്കേഷൻസ് പറയുമ്പോൾ ദ ലോ ഡസ് നോട്ട് പ്രിസ്ക്രൈബ് എനി എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഫോർ എ മാനേജ്മെൻറ്റ് ഓഡിറ്റർ. മാനേജ്മെൻറ്റ് ഓഡിറ്റർക്ക് അങ്ങനെ ഇന്ന എഡ്യൂക്കേഷൻ വേണമെന്നോ അല്ലെങ്കിൽ ഇത്ര പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വേണമെന്നോ ഒന്നും തന്നെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ബട്ട് ഹീ ഷുഡ് പോസസ് ഡെപ്ത് നോളജ് ഓഫ് മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ്, മാനേജറിയൽ എക്കണോമിക്സ്, ജനറൽ എക്കണോമിക്സ്, accountancy, costing, auditing, industrial engineering, marketing, finance, etc. As the thorough knowledge of this entire specialized subject cannot be accepted from an individual. അതായത് ഇപ്പോൾ ഇത്രയും പറഞ്ഞ സബ്ജക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇതിലൊക്കെ അത്രയും ഒരു തറവ് നോളജ് ആ ഒരു മാനേജ്മെൻറ്റ് ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. ഇങ്ങനെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ ഒന്നും വേണ്ട, പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാൾക്ക് ഉണ്ടായിരിക്കണം, അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, മാനേജ്മെൻറ്റ് ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. ദ മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഷുഡ് ജനറലി ടു ബി പെർഫോംഡ് ബൈ എ ടീം ഓഫ് എക്സ്പേർട്ട് ഹാവിങ് ദി നോളജ് ഓഫ് ദി വാരിയസ് സബ്ജക്റ്റ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ നോളജും ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കില്ല. ഇത് മേ ബി ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന് ഉണ്ടായിരിക്കും, പക്ഷേ ഒരു വ്യക്തിക്ക് മാത്രം ഈ പറഞ്ഞ നോളജ് എല്ലാം കൂടെ ഉണ്ടായിരിക്കില്ല. സോ മാനേജ്മെൻറ്റ് ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ ഒരു ടീമിനെയാണ്. എന്താ കാരണം, ഈ പറഞ്ഞ നോളജ് എല്ലതും ഒരാൾക്ക് ഉണ്ടായിരിക്കില്ല, പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന് ഉണ്ടായിരിക്കും. മനസ്സിലായോ? അതാണത് പറയുന്നത്. പിന്നെ ക്വാളിറ്റീസ് ഓഫ് എ മാനേജ്മെൻറ്റ് ഓഡിറ്റർ, ഹീ ഷുഡ് ഹാവ് തറവ് നോളജ് ഓഫ് കോൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിളിനെ കുറിച്ചിട്ടും അതിൻ്റെ കോൺസെപ്റ്റിനെ കുറിച്ചിട്ടും ഒരു തറവ് നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ ഹീ ഷുഡ് ഹാവ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ദി എൻ്റർപ്രൈസസ്. അതായത് ഒരു എൻ്റർപ്രൈസിൻ്റെ പ്രോബ്ലംസും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ഒക്കെ മനസ്സിലാക്കുന്നതിനുള്ളൊരു എബിലിറ്റി അയാൾക്ക് ഉണ്ടായിരിക്കണം. ആർക്ക്? മാനേജ്മെൻറ്റ് ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഹീ ഷുഡ് ഹാവ് തറവ് നോളജ് ഇൻ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ്. പിന്നെ ഹീ ഷുഡ് ഹാവ് നോളജ് ഇൻ മാർക്കറ്റിംഗ്, അഡ്വൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ. പിന്നെ ഹീ ഷുഡ് ഹാവ് നോളജ് ഇൻ എക്കണോമിക്സിൽ നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ ഹീ ഷുഡ് ഹാവ് എബിലിറ്റി ടു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം.
പിന്നെ he should have courage and ability to discharge his duties. he should have ability to communication skill ഉണ്ടായിരിക്കണം. he should impartial ആയിരിക്കണം. he should have planning and dynamic personality. പിന്നെ he should be methodological in the performance of his duties. ഇതിൽ ഏകദേശം 10-21 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 4 5 6 വരുന്ന പഠിക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഫങ്ഷൻസ് ഓർ ഡ്യൂട്ടീസ് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റർ. ഒരു മാനേജ്മെൻറ്റ് ഓഡിറ്ററുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഓൾ ഫങ്ഷണൽ ഏരിയ ഷുഡ് ബി റിവ്യൂഡ് ബൈ ദി മാനേജ്മെൻറ്റ് ഓഡിറ്റർ. പിന്നെ ദ മാനേജ്മെൻറ്റ് ഓഡിറ്റർ ക്യാൻ ഹെൽപ്പ് ദി ടോപ്പ് മാനേജ്മെൻറ്റ് ഈസ് ഡിസൈനിങ് ഇൻ delegations, authority and responsibility. He can help the management to take good decisions. He can assist the management in drafting and implementing plans and policies. He can assist the management in preparation of tax plan, budget plan and policies. He can suggest the best system for interval control system in the organization. He has the duty to suggest ways and means achieve management objectives. He has the duty to recommend to the management for better utilization of resources, men and material. വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണെന്നാണ്, അയാളുടെ അവകാശങ്ങൾ. ഫസ്റ്റത്താണ് ഹി ഹാസ് ദ റൈറ്റ് ഓഫ് ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ്സ്. ബുക്സും റെക്കോർഡ്സും അക്കൗണ്ട്സൊക്കെ ആക്സസ് ചെയ്യുന്നതിനുള്ള റൈറ്റ്സ് അയാൾക്കുണ്ട്. അതുപോലെ തന്നെ ഹി ഹാസ് ദി റൈറ്റ് ടു മേക്ക് ഇവാലുവേഷൻ ആൻഡ് മോണിറ്ററിങ് ദ വാരിയസ് മാനേജറിയൽ പോളിസീസ്. പിന്നെ he has the right to comment on the inadequacy of interval control system. He has the right to have legal and technical advice from expert. അതായത് എക്സ്പേർട്ടിൻ്റെ കയ്യിൽ നിന്നൊക്കെ ലീഗലായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള അഡ്വൈസ് ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കാനല്ല, വാങ്ങിക്കാനുള്ള അത്. പിന്നെ റൈറ്റ് ടു അഡോപ്റ്റ് ആൻഡ് യൂസ് എ നമ്പർ ഓഫ് ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഓഡിറ്റ്. അതായത് ഓഡിറ്റിൽ വിവിധ തരത്തിലുള്ള ടെക്നിക്സും മെത്തേഡ്സൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നതിനുള്ള യൂസ് ചെയ്യുന്നതിനുള്ള അവകാശം. പിന്നെ ഇത് റൈറ്റ് ടു റിസീവ് റെമ്യൂണറേഷൻ ഫോർ ദി വർക്ക്. അതായത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെമ്യൂണറേഷൻ വാങ്ങിക്കുന്നതിനുള്ള അവകാശം. പിന്നെ റൈറ്റ് ടു പ്രിപ്പയർ ആൻഡ് സൈൻ ഓഡിറ്റ് റിപ്പോർട്ട്. അതായത് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനും അതിൽ സൈൻ ചെയ്യുന്നതിനുള്ള അവകാശം. സിമ്പിളാണ്, നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന പോയിൻറ്റ്സ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, എന്നിട്ട് നിങ്ങൾ അതെടുത്ത് എഴുതുക. അല്ലാണ്ട് കാണാണ്ട് പഠിച്ചു പോയാൽ കയ്യിൽ നിന്ന് പോവും, എഴുതാൻ പറ്റില്ല. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് റിമൂവൽ ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റർ. മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നേക്കാം. അതായത് ഒരു മാനേജ്മെൻറ്റ് ഓഡിറ്റർ ഒഴിവാക്കാൻ. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ഓർ ദി മാനേജ്മെൻറ്റ് ഹാവ് ദി പവർ ടു ടെർമിനേറ്റ് ദ സർവീസ് ഓഫ് ദി മാനേജ്മെൻറ്റ് ഓഡിറ്റർ. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ മാനേജ്മെൻറ്റ് ഓഡിറ്റർ ടെർമിനേറ്റ് ചെയ്യുന്നതിനുള്ള പവർ ഉണ്ട് എന്നാണ് പറയുന്നത്. ബിഫോർ ദ ടെർമിനേഷൻ ഓഫ് ദി ഓഡിറ്റർ എ പ്രോപ്പർ നോട്ടീസ് ഈസ് റിക്വയർഡ് ടു ബി സെർവ്ഡ് ഇൻ അഡ്വാൻസ്. അതായത് ടെർമിനേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഓഡിറ്റർക്ക് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടായിരിക്കണം. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അതാണ് റിമൂവൽ ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ലെങ്ത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കണ്ടക്ട് ഓഫ് മാനേജ്മെൻറ്റ് ഓഡിറ്റാണ്. അതിൽ നമുക്ക് പ്രിലിമിനറി സർവേയും പ്രിപ്പറേഷൻ ഓഫ് ദി ഓഡിറ്റ് പ്രോഗ്രാം, അങ്ങനെ 2 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.